ഷൈൻ ടോം ചാക്കോയ്ക്കെതിരായ പരാമർശത്തിൽ നിയമ നടപടികളിലേക്കില്ലെന്ന് ആവർത്തിച്ച് വിൻസി അലോഷ്യസ്. തന്റെ പരാതിയിലെ പേര് ചോർന്നത് എങ്ങനെയെന്നുള്ളതിൽ ഇപ്പോഴും വ്യക്തതയില്ല. ICCക്ക് മുന്നിൽ വിശദമായ മൊഴി നൽകിയെന്നും വിവരങ്ങൾ പറയാനാകില്ലെന്നും വിൻസി അലോഷ്യസ് പറഞ്ഞു. ICCക്ക് മുന്നിലെത്തിയ ഷൈൻ ടോം ചാക്കോ മാധ്യമങ്ങളോട് പ്രതികരിച്ചില്ല. സൂത്രവാക്യം സിനിമാ സെറ്റിൽ തന്നോട് മോശമായി പെരുമാറിയെന്ന് ചൂണ്ടിക്കാട്ടി നടി വിൻസി അലോഷ്യസ് സിനിമാ സംഘടനകൾക്ക് നൽകിയ പരാതിയിലായിരുന്നു സിനിമയുടെ ICC യോഗം കൊച്ചിയിൽ ചേർന്നത്. ഇരുവരുടെയും ഭാഗം കേട്ട് അന്തിമ റിപ്പോർട്ട് ഫിലിം ചേംബർ നൽകാനാണ് ICCയുടെ തീരുമാനം. ഇതിന്റെ ഭാഗമായി ഇരുവരും മൊഴി നൽകാൻ കൊച്ചിയിലെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഓഫീസിലെത്തി. ഒറ്റയ്ക്കും അല്ലാതെയും ഇരുവരുടെയും മൊഴി രേഖപ്പെടുത്തിയെന്നും സിനിമാ സംഘടനകളുടെ നടപടികളിൽ പൂർണ്ണ തൃപ്തിയെന്നും വിൻസി അലോഷ്യസ്. അപ്പോൾ മൊഴീനെ പറ്റിയിട്ട് ഇപ്പോൾ ഇത് വെരി കോൺഫിഡൻഷ്യലാണ് ICCയുടെ പ്രൊസീജിയർ എന്ന് പറഞ്ഞപ്പോൾ അതിൽ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞതെന്നും അദ്ദേഹം എന്ത് പറഞ്ഞെന്നും അതിൻ്റെ ഒന്നും ഇപ്പോൾ പുറത്തുവിടാൻ പറ്റില്ല. നിയമ നടപടി ഞാൻ പോവില്ല എന്നുള്ളത് ഫ്രം ദ ഡേ 1 ഓൺവേർഡ്സ് ഞാൻ സ്റ്റക്ക് ചെയ്തതാണ്. അതിന് പല പേഴ്സ്പെക്റ്റീവ് ഉണ്ടാവും ആളുകൾക്ക്, പക്ഷേ ഞാൻ നിയമ നടപടികൾക്ക് ഇല്ല. മാതാവിനും പിതാവിനും സഹോദരനുമൊപ്പം ICCക്ക് മുന്നിലെത്തിയ ഷൈൻ ടോം ഇന്നും മാധ്യമങ്ങളോട് പ്രതികരിച്ചില്ല. വിൻസി അലോഷ്യസിന്റെ പരാതി പ്രാഥമികമായി ചർച്ച ചെയ്തെന്നും സൂത്രവാക്യം സിനിമ ICC നൽകുന്ന റിപ്പോർട്ട് പ്രകാരമാണ് നടപടിയെന്നും ഫിലിം ചേംബർ വ്യക്തമാക്കി. സിനിമാ സെറ്റിലുണ്ടായിരുന്ന എല്ലാവരുടെയും മൊഴി രേഖപ്പെടുത്തി വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ICC തീരുമാനം. അതേസമയം പരാതി ലഭിച്ചതിന് ശേഷം എന്ത് നടപടിയെടുത്തുവെന്ന് ചൂണ്ടിക്കാട്ടി വനിതാ ശിശു വികസന വകുപ്പ് ഫിലിം ചേംബറിന് നോട്ടീസ് നൽകി. അഭിനേതാക്കളുടെ സംഘടനയായ അമ്മ നിയോഗിച്ച 3-അംഗ കമ്മീഷന് മുന്നിൽ ഇതുവരെയും ഷൈൻ വിശദീകരണം നൽകിയിട്ടില്ല. ICC റിപ്പോർട്ട് പ്രകാരമായിരിക്കും നടനെതിരെ എന്ത് നടപടിയെന്നുള്ളതിൽ വ്യക്തത വരിക. YS അഭിനന്ദ്, 24 കൊച്ചി.